ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമുക്കറിയാം സാധാരണ നമ്മൾ നിരാശയിലൂടെ കടന്നു പോകാറുണ്ട് അല്ലേ? ഒട്ടനവധി വ്യക്തികളെ നിരാശയിലായിരിക്കുന്നവരെ കാണാനായിട്ട് സാധിക്കും. ചിലപ്പം സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിക്കാതിരുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഒട്ടനവധി കാരണങ്ങളുണ്ട് നിരാശ ഉണ്ടാകാനായിട്ട്. നിരാശയിലായിരിക്കുന്നവർക്ക് ദൈവം തരുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു വചനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോവുക. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും നിരാശയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ കൃപയും വലിയൊരു അനുഗ്രഹവും ഒരു ആശ്വാസവും ഒക്കെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വചനപ്രകാരമാണ്: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഇത്ര മനോഹരമായ വചനമാണ്. നിന്റെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അസ്വസ്ഥതകൾ ഉണ്ടായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നീ നിരാശയിലായിരിക്കേണ്ട കാര്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു ഒറ്റ നിമിഷം മതി നിന്റെ ഈ പ്രശ്നത്തെ മാറ്റാനായിട്ട്. അതാണ് പറയുന്നത്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൊണ്ട ചിന്ത ഇതാണ്: എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ദൈവം കേൾക്കുന്നുണ്ടെന്നുള്ള വലിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ നിരാശയിലേക്കോ അസ്വസ്ഥതയിലേക്കോ വിഷമങ്ങളിലേക്കോ ഒന്നും പോക്കുകയില്ല. അപ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം വചനം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രത്യേകമാംവിധം അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിരാശയിലും അസ്വസ്ഥതകളിലും പ്രതിസന്ധികളിലും രോഗാവസ്ഥയിലും ആയിരിക്കുന്ന ഓരോ സഹോദരങ്ങളിലേക്ക് നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിക്കുമാറാകണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം വചനത്തിന്റെ ശക്തിയാൽ കർത്താവായ ഈശോയെ സമൂഹത്തെ മുഴുവനും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.